യുഗത്തിൽ നമ്മുടെ ദുഃഖങ്ങൾ അകറ്റാൻ നാമജപത്തിനും ഭക്തിക്കും മാത്രമേ കഴിയൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈശ്വരനിൽ അർപ്പിതമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മീരയ്ക്ക് അതിൻ്റെ ശക്തി അധികം താമസമില്ലാതെ ബോധ്യമാകും. മീര ക്ഷേത്രത്തിൽ പോയാണോ? അതെ. ആദർശൻ എന്താ ഇവിടെ? ഞാൻ ഒരാളെ കാണാൻ പോകാറിങ്ങിയതാ. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ അമ്മയും ആൻറ്റി അത്ര സന്തോഷത്തിലല്ല. നമ്മൾ തമ്മിൽ പിരിഞ്ഞതിൽ അവർക്ക് നല്ല വിഷമവും എന്നോട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. അവരൊക്കെ പഴയ ആളുകളല്ലേ. ഇത്തരം വേർപിരിയലുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. സാവകാശം എല്ലാവരും സത്യത്തോട് പൊരുത്തപ്പെട്ടോളൂ. ഞാനും അങ്ങനെ തന്നെ കരുതുന്നത്. ചുരുങ്ങിയ സമയമുണ്ട് മീര എൻ്റെ വീട്ടിൽ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെ നേടിയെടുത്തു. അതൊരു ഭാഗ്യം. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാനൊരു പരാജയമായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ പിരിയേണ്ടി വന്നതും. അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് പിരിഞ്ഞു എന്നതിനപ്പുറം എനിക്ക് മീരോട് ദേഷ്യമോ വഴക്കോ ഒന്നുമില്ല. അയ്യോ, ആദർശൻ അത് കാര്യമാക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞതാ. എൻ്റെ മനസ്സിൽ ആദർശൻ എന്നും ഒരു നല്ല സുഹൃത്ത് തന്നെ ആയിരിക്കും. അതങ്ങനെ തന്നെ വേണം മീര. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാൾ ഒന്നിച്ച് കഴിഞ്ഞു വന്നതിൻ്റെ പേരിൽ പരസ്പരം ശത്രുക്കളായി ഇനിയുള്ള ജീവിതകാലം മുഴുവൻ കഴിയുന്നത് മണ്ടത്തരമാണ്. മീരയെപ്പോലെ വിവരവും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞു പോയതിനെ അങ്ങനെ തന്നെ കാണാനാണ് എനിക്കിഷ്ടം. പിന്നെ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലും കാര്യവും കാരണവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ വിവാഹവും. കുറച്ചു മുമ്പ് ആദർശേട്ടൻ തന്നെ പറഞ്ഞില്ലേ, സുഭദ്ര ആൻറ്റിക്കും അമ്മയ്ക്കും ഞാനവിടെ ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ടെന്ന്. അങ്ങനെ രണ്ടാളുടെയും സ്നേഹം എനിക്ക് കിട്ടിയതിന് കാരണവും നമ്മുടെ വിവാഹമല്ലേ? ഓ, സമാധാനമേ. സത്യത്തിൽ ഡിവോഴ്സ് ആയതുകൊണ്ട് മീര എന്നെ ഒരു ശത്രുവായിട്ട് കാണുന്നുണ്ടോയെന്നൊരു സംശയം എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ആ തോന്നലിപ്പോൾ മാറി. അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അങ്ങനെ ശത്രുവായിട്ട് കാണാൻ ആദർശൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സത്യത്തിൽ ഈ ഡിവോഴ്സ് പോലും എൻ്റെ നന്മയെ കരുതി ചെയ്തു എന്ന് വിചാരിക്കാനാ എനിക്കിഷ്ടം. അതും മറ്റൊന്നുമല്ല, മനസ്സുകൊണ്ട് അകന്നു തുടങ്ങിയപ്പോൾ തന്നെ അത് മറച്ചു വെക്കാതെ ആദർശേട്ടൻ തുറന്നു പറയുകയും പിരിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തല്ലോ. പരസ്പരം ഒട്ടും പൊരുത്തപ്പെടാനും സ്നേഹിക്കാനും കഴിയാതെ അഭിനയിച്ച് ചതിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കാര്യത്തിൽ എനിക്ക് തന്നോട് ഇപ്പോഴും റെസ്പെക്റ്റാണ് മീര. എന്തിനേയും പോസിറ്റീവായിട്ട് കണ്ട് അതിനെ മനസ്സിലാക്കാനുള്ള മനസ്സ് മീരയ്ക്കുണ്ട്. ചുരുങ്ങിയ സമയമല്ലേ നമുക്കൊക്കെ ഈ ഭൂമിയിലുള്ളൂ. അത് വഴക്കടിച്ച് തീർക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. എങ്കിൽ മീര വരൂ, നമുക്കൊരു കോഫി കുടിച്ച് സംസാരിച്ചിട്ട് പിരിയാം. അത് വേണ്ട ആദർശേട്ടാ, നമ്മളിപ്പോൾ തന്നെ ആവശ്യത്തിന് സംസാരിച്ചു. ഇനിയും ഇതിനപ്പുറം എന്ത് സംസാരിക്കാനാണ് നമുക്കിടയിലുള്ളത്? എന്തിനെങ്ങനെ മടിക്കുന്നത്? ഞാൻ മീരയുടെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് പറഞ്ഞതാ. ഒരു നല്ല സുഹൃത്തായി തന്നെയാണ് ഞാനോ ആദർശനെ കാണുന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങാൻ പോകുന്നൊരു ശീലം എനിക്ക് പണ്ടും ഇന്നുമില്ല. മീര പ്ലീസ്, ഇപ്പം മീര എനിക്കൊപ്പം വരാൻ മടിച്ചാൽ തനിക്ക് എന്നോടെന്തോ ദേഷ്യമുണ്ടെന്ന് ഞാൻ കരുതും. വീട്ടിൽ പറയാത്തതുകൊണ്ടാണെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിച്ച് സംസാരിക്കാം. വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ മടിക്കുന്നത്? കൂടിപ്പോയ ഒരു അരമണിക്കൂർ. മീര വരും. ഈ വഴിയിൽ നിന്ന് അപരിചിതരായിട്ട് സംസാരിച്ച് പിരിയുന്നതിലും എത്രയോ നല്ലതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വരാം. ആദർശേട്ടൻ അങ്ങനെ ഒരു വിഷമം വേണ്ട. ഇനി ഞാൻ വരാതിരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ശത്രുവായി കാണുന്നുവെന്ന് ചിന്തിക്കുകയും വേണ്ട. താങ്ക് യു മീര. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മീരയോട് പറയാനുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ റോഡിൽ നിന്ന് സംസാരിക്കേണ്ടതല്ല. മീര വരൂ.
ആദർശേട്ട പറയാനുണ്ടെന്ന് പറഞ്ഞേ? താൻ ധൃതി വയ്ക്കാതെ പറയാം. ധൃതിയൊന്നുമല്ല, പിന്നെ എന്താ കാര്യം എന്നറിയാനുള്ളൊരു ആകാംക്ഷ, അത്രേ ഉള്ളൂ. മീര് കരുതുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സമാധാനത്തോടെ കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പിരിയാമെന്ന് കരുതി. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം പിരിഞ്ഞു കഴിഞ്ഞല്ലോ ആദർശേട്ട. അതെ, ഡിവോഴ്സിന് മുമ്പ് വരെ എനിക്ക് മീരിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ചെറിയ തടസ്സമുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മീര ഏത് അർത്ഥത്തിലെടുക്കും എന്നൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സ്വതന്ത്രരാണ്. നമുക്കിടയിൽ മറ്റ് കെട്ടുപാടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തിനോടെന്ന പോലെ എനിക്ക് തുറന്ന് സംസാരിക്കാം. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ആദർശേട്ട. സംസാരിക്കാനുള്ള കാര്യം കുറച്ചു മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാ. ആദർശേട്ടൻ ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. മീരയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അതറിയാനാണോ ഇവിടം വരെ വന്നത്? ആദർശനോട് ഒരു ദേഷ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അതെ, മീര പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഒരു കുറ്റബോധം. തെറ്റ് ചെയ്തവർക്കല്ലേ കുറ്റബോധത്തിന്റെ കാര്യമുള്ളൂ ആദർശേട്ട. ആദർശേട്ടൻ എന്നോട് എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് കരുതുന്നുണ്ടോ? ഇല്ലല്ലോ, പിന്നെന്താ? അതും ശരിയാണ്. നമ്മുടെ രണ്ടുപേരുടെയും നന്മയെ കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മുടെ വിവാഹ ജീവിതം പരാജയപ്പെട്ടു പോയെന്ന് കരുതി മീര ഇനി മറ്റൊരു ജീവിതത്തിലേക്ക് പോകാതിരിക്കരുത്. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ആദർശേട്ട. അത് നമ്മൾ ഇപ്പൊ സംസാരിക്കേണ്ടതില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹമല്ല ജീവിതത്തിന്റെ അവസാനം. അതുകൊണ്ട് അത്തരമൊരു ടെൻഷൻ എൻ്റെ കാര്യത്തിൽ ആദർശേട്ടന് വേണ്ട. അതുകൊണ്ടല്ല മീര, നാളെ ഞാൻ കാരണം മീരയ്ക്ക് ഒരു ലൈഫില്ലാതെ പോയെന്ന് ഒരു സംസാരം ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആദർശേട്ടന്റെ നല്ല മനസ്സിന് നന്ദി. പിന്നെ ഒരു കാര്യം കൂടി. മീരയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ജോലിയോ പണമോ എന്തായാലും മടിക്കാതെ ചോദിക്കണം. അതാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അന്നും ഇന്നും എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വയം നോക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം നേടാൻ എൻ്റെ അച്ഛൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസമോ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനോടും പേടിയും തോന്നുന്നില്ല. പിന്നെ ഞാൻ ഒരിക്കലും തനിച്ചല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ തന്നെ ധാരാളമല്ലേ? ശരി, മീരയുടെ തീരുമാനം അതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏതായാലും ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഇനി നമ്മൾ തമ്മിൽ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ വെറും പരിചയക്കാർ മാത്രമല്ലേ. ആദർശന് ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അതിനിടയിൽ ഞാനെന്ന പേര് പോലും ഓർക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ സഹായിക്കാമെന്ന് പറയാൻ കാണിച്ച മനസ്സിന്റെ നന്മ അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെക്കാളും സഹായം അർഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ആദർശന്റെ നന്മയുണ്ടാവുള്ളൂ. മീര, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. മനസ്സിലായി. നമ്മുടെ വിവാഹം കഴിഞ്ഞതും ഇപ്പോൾ ഡിവോഴ്സ് ആയതും ജീവിതത്തിന്റെ അവസാനമായെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു നഷ്ടം എൻ്റെ ചെറുപ്രായത്തിൽ സംഭവിച്ചതാ. അതെൻ്റെ അമ്മയുടെ മരണോ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ആളല്ലേ ഞാൻ. എനിക്ക് ബാക്കിയൊന്നും വേദനകളായി പോലും തോന്നുന്നില്ല. ആദർശന് സംസാരിക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവായിരുന്നു. ശരി, പോവാം. ഞാൻ മീരെ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. ആദർശേട്ടൻ വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ വരാം. വേണ്ട ആദർശേട്ടാ, അത് ശരിയാവില്ല. അല്ലെങ്കിലും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്. എന്നാൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, മീരയുടെ ഇഷ്ടം പോലെ. ശരി.
എന്നോട് അല്പമെങ്കിലും സ്നേഹം മീരയുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം. ശരി, ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് ആദർശന് സന്തോഷമെങ്കിൽ ആദർശന് വേണ്ടി ഞാൻ പോവാം. ഇനി നമ്മൾ തമ്മിൽ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ വെറും പരിചയക്കാർ മാത്രമല്ല. ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്കാം. ഹലോ ഹലോ സിസ്റ്റർ, എങ്ങനെയുണ്ട്? ആക്സിഡന്റ് കേസല്ലേ? അതെ. ഡോക്ടർ പറയും, അവിടെ ഇരുന്നോളൂ. ആക്സിഡന്റ് ആയ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ അല്ലേ? അതെ. ഓക്കെ, ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ഉടനെ സർജറി വേണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. പേഷ്യന്റിനെ ഓട്ടിലേക്ക് മാറ്റുകയാണ്. പേപ്പേഴ്സൊക്കെ ഒന്ന് സൈൻ ചെയ്യണം. ശരി ഡോക്ടർ. ബാക്കി ഡീറ്റെയിൽസ് സിസ്റ്റർ പറയും. പേയ്മെന്റും കാര്യങ്ങളും എല്ലാം PROയുമായി സംസാരിച്ചോളൂ. അത് PRO? അതിനൊക്കെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്യും. ശരി. നിങ്ങൾ പേഷ്യന്റ് ആരാന്നാ പറഞ്ഞത്? ഞാൻ. ഹലോ, അതെ, ഒരു മിനിറ്റേ. സിസ്റ്ററെ, എല്ലാം ഒന്ന് സൈൻ ചെയ്ത് മേടിച്ചു. ശരി ഡോക്ടർ. യെസ്, പറഞ്ഞോളൂ. ഞാൻ കൺസെന്റ് ഫോം എടുത്തോണ്ട് വരാം. ഇതൊന്ന് സൈൻ ചെയ്തേക്കും. പേരും സൈനും റിലേഷൻഷിപ്പ് മാത്രം എഴുതിയാൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്തോളാം. ആ
പറ മോളെ. ആ അമ്മേ, ഞാൻ കുറെ സമയമായിട്ട് വിളിക്കുന്നു, കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു. അറിയില്ല, വല്ല നെറ്റ്വർക്ക് പ്രശ്നമായിരിക്കും. മീരയുടെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? അമ്മേ, അമ്മ വേഗം ഒന്ന് വരണം. ആദർശന് ഒരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? അമ്മേ, ഇപ്പൊ ഹോസ്പിറ്റലിലാ. ഏത് ഹോസ്പിറ്റൽ? ശരി, ഞാൻ ഉടനെ എത്താം. ചേച്ചി, ചേച്ചി. ആ, എന്താ മാധവി? ചേച്ചി, മീര ഇപ്പൊ വിളിച്ചു. ആദർശന് ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിലാണെന്ന്. ഭഗവാനെ, ഞാൻ അങ്ങോട്ട് പോവുക ചേച്ചി. ഞാനും വരാം മാധവി. എന്നാ നമുക്ക് പോവാം. ആദർശന് എന്തെങ്കിലും പറ്റിയോ? മീര എന്താ പറഞ്ഞത്? മീര ഒന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചതുമില്ല. ഭഗവാനെ, എന്റെ മോനെ കാത്തോളണേ. ചേച്ചി, ഞാൻ ഡ്രൈവറെ വിളിക്കാം. വിളിക്കാം. ഹരിയേട്ടൻ എന്തായി പറയുന്നത്? ആദർശന് ആക്സിഡന്റോ? എങ്ങനെ? എവിടെ വെച്ച്? മീരമോൾ എന്നെ വിളിച്ചു പറഞ്ഞത്. ആക്സിഡന്റ് നടന്നു കഴിഞ്ഞ് ആദർശിനെ നാട്ടുകാര് കാറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് മീര അവിടെ എത്തിയത്. ഈശ്വര, എന്നിട്ട്? മീര ആദർശിനൊപ്പം ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോ ആദർശിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആദർശന് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ഉടനെ സർജറി വേണ്ടി വരും. എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? എന്നാലും ആദർശന് അപകടം സംഭവിച്ച സമയത്ത് തന്നെ മീര അവിടെ എങ്ങനെ ചെന്നെത്തി? അറിയില്ല. ഈശ്വരൻ എത്തിച്ചതാവും. മീര തന്നെ ആദർശന്റെ ഒപ്പം ചെല്ലണമെന്ന് വിധിയുണ്ടാവും. ആദർശന്റെ വീട്ടുകാര് ഹോസ്പിറ്റലിലെത്തിയോ? ഇല്ല, മാധവി മാഡത്തിനെ വിവരം വിളിച്ച് അറിയിച്ചു, ഉടനെ എത്തുമെന്നാ മോൾ പറഞ്ഞത്. അപ്പോ മീര ഒറ്റയ്ക്കാണോ ഹോസ്പിറ്റലില്? ആ, ഹരിയേട്ടൻ എന്നിട്ട് എന്താ പോവാത്തത്? മീര ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞപ്പോ മോൾ ഉടനെ അവിടുന്ന് തിരിച്ചു പോരും, മാധവി മാഡം എത്തേണ്ട താമസമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. എന്നാലും നമ്മളൊന്ന് ചെല്ലണ്ടേ ഹരിയേട്ടാ? അതല്ലേ ഒരു മര്യാദ. അവിടെ ചെന്നാലും ആദർശിനെ കാണാൻ പറ്റില്ല. സർജറി കഴിഞ്ഞ ഐസിയുലേക്ക് മാറ്റും. പിന്നെ വിസിറ്റേഴ്സിന് റെസ്ട്രിക്ഷനും ഉണ്ടാവും. അത് ശരിയാ. എന്നാലും ആക്സിഡന്റ് എന്ന് കേൾക്കുമ്പോ നെഞ്ചിലൊരു ആദിയ. സന്ദീപേട്ടൻ വയ്യാതെ കിടന്നത് ഓർമ്മ വരും. സത്യം പറഞ്ഞ ആദർശ് ഇപ്പം നമ്മുടെ ആരും അല്ലെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടപ്പോ മനസ്സിലൊരു നീറ്റലുണ്ടല്ലോ. നിയമപരമായ ബന്ധങ്ങളെല്ലാം മുറിച്ചു മാറ്റിയെങ്കിലും മനസ്സിന്റെ അടുപ്പങ്ങൾ പെട്ടെന്നങ്ങനെ മാഞ്ഞു പോയില്ലല്ലോ. ശരിയാ. ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം. പോണ്ടാന്ന് കരുതിയതാ. എന്തായാലും മീരമോളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതിയാ പോകുന്നത്. എന്ന് ഹരിയേട്ടൻ പോയിട്ട് വാ. ആ.